Good afternoon to all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay. Okay, good afternoon. So, how are you all? എന്താണ് ഒന്നും മിണ്ടാത്തെ? എല്ലാവരും ഉണ്ടോ ക്ലാസ്സില്? Fine. Fine, ma'am. Fine. Okay. ആക്റ്റീവ് ആണോ എല്ലാവരും? ആക്റ്റീവ് ആണോ? ടെക്സ്റ്റ് ആണോ? സംസാരിക്കൂ. യാ, സംസാരിക്കൂ എല്ലാവരും. Yes, ma'am. Yes. ആക്റ്റീവ് ആണ്. കുറച്ച് ദിവസമായിരുന്നു കണ്ടിട്ടല്ലേ? ആണോ? ആക്റ്റീവ് ആണ്. എന്താണ് നിങ്ങൾ സംസാരിക്കുമ്പോഴാണ് എനിക്ക് ആക്റ്റീവ് ആണോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുന്നത്. മനസ്സിലാവുന്നില്ല. ആക്റ്റീവ് ആണോ മനസ്സിലാവുന്നില്ല. ഓക്കെ ആണ്. ഓക്കെ ഓക്കെ. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് എന്തായിരുന്നു എടുത്തതെന്ന് പറയൂ. പ്രപ്പോസിഷൻ ആണോ? യെസ്. യെസ്. സോ ഏതാണ്? ഏത് പ്രപ്പോസിഷൻ ആയിരുന്നു? In, on, at. In, on, at. ഇത് മൂന്ന് കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയി അല്ലേ? ഓക്കെ. Yeah. Then moving on, the next preposition is since. Okay, take your notebook and write down the preposition name since. Since ആണ് ട്ടോ. Since. പേജ് നമ്പറോ? ഇംഗ്ലീഷിൽ ടെക്സ്റ്റ് ഇല്ലല്ലോ. പേജ് നമ്പർ ഒന്നുമില്ല കേട്ടോ. ടെക്സ്റ്റ് ഇല്ല. ഓക്കെ. എന്താണോ ഫസ്റ്റ് ടൈം ആണോ ക്ലാസ്സില്? Yes, ma'am. അതാണ് ഇംഗ്ലീഷ്. എക്സാം വൈസ് ഇംഗ്ലീഷ് ഇല്ല കേട്ടോ. എക്സാം ഇംഗ്ലീഷ് ഇല്ല. ജസ്റ്റ് ഒരു ലാംഗ്വേജ് സ്കില്ലാണ്. സ്കിൽ ഇംപ്രൂവ്മെന്റിന് വേണ്ടി കോഴ്സിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ഇംഗ്ലീഷ്. Okay, ma'am. ഓക്കെ. സോ സിൻസ് എന്താണ്? സിൻസിന്റെ മലയാളം മുതൽ. മുതൽ എന്നാണ് കേട്ടോ മലയാളം. രാവിലെ മുതൽ, നാളെ മുതൽ, ഇന്ന് മുതൽ എന്നൊക്കെ പറയില്ലേ, ആ മുതലാണ് സിൻസ് എന്ന് പറയുന്നത്. ഓക്കെ. തീർച്ചയായും ആ മ്യൂട്ട് ചെയ്യും കേട്ടോ. എല്ലാവരും മ്യൂട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയെന്ന് വരില്ല. ഡിസ്റ്റർബൻസ് ഉണ്ടാവും കേട്ടോ. മാക്സിമം നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഞാൻ ഓൾമ്യൂട്ട് കൊടുത്ത് ക്ലാസ് എടുക്കേണ്ടി വരും. അത് ഇംഗ്ലീഷ് ക്ലാസ്സിൽ പോസിബിൾ അല്ല. ഓക്കെ. അപ്പൊ സിൻസ് എന്താണ്? ഒരു പറഞ്ഞു മുതൽ, നാളെ മുതൽ നമ്മൾ എന്തിന്റെ കൂടെയൊക്കെയാണ് മുതൽ എന്ന് യൂസ് ചെയ്യാം? അതിപ്പോ ഡേറ്റ് ആയിക്കോട്ടെ, ഡേ ആയിക്കോട്ടെ, ടൈം ആയിക്കോട്ടെ, എന്തിന്റെ കൂടെയും നമ്മള് മുതൽ യൂസ് ചെയ്യാറുണ്ട്. മലയാളത്തിലാണെങ്കിൽ പോലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ? ഞാൻ 9 മണി മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ഞാൻ 9 മണിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ 9 മണി മുതൽ കിച്ചണിൽ കുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? നമ്മളിതൊക്കെ പറയാറുണ്ട്. ഞാൻ മൺഡേ മുതൽ ജിമ്മിൽ പോകും എന്നൊക്കെ പറയാലോ. അപ്പൊ നമുക്ക് എവിടെ വേണമെങ്കിലും ഡേറ്റിന്റെ കൂടെ, മന്തിന്റെ കൂടെ, ഇയറിന്റെ കൂടെ, ടൈമിന്റെ കൂടെ ഒക്കെ നമുക്ക് ഈ മുതൽ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ക്ലിയർ? ഡേ, മന്ത്, ഇയർ, ടൈം. യെസ്. അപ്പൊ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണെന്ന് പറയാം. സ്റ്റാർട്ടിംഗ് പോയിന്റ് മീൻസ് മുതൽ എന്ന് പറയുമ്പോൾ നാളെ മുതൽ ഞാൻ ജിമ്മിൽ പോകും. സ്റ്റാർട്ടിംഗ് പോയിന്റ് അല്ലെ? നമ്മള്
യുവർ അല്ലെ റെസൊല്യൂഷൻ എടുക്കണമാണ്. ഞാൻ നാളെ മുതൽ 1-ാം തീയതി മുതൽ ഞാൻ ജിമ്മിൽ പോയി വർക്കൗട്ടൊക്കെ ചെയ്ത് സെറ്റ് ആകുമെന്നൊക്കെ പറയും. ഓക്കെ, അപ്പോ നമുക്കവിടെ ഈ സിൻസ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ അത്യാവശ്യമാണ്. അതുപോലെ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ചോദിക്കാം, ഇത്ര എന്തൊക്കെ ആയിരുന്നു, ഞാൻ രാവിലെ മുതൽ ആയിരുന്നു അല്ലെ, പണിയിലായിരുന്നു, രാവിലെ മുതൽ തുടങ്ങിയതാണ്. അപ്പൊ മുതൽ മനസ്സിലായോ? ഇവിടെയൊക്കെ നമ്മൾ മുതൽ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ നാളെ മുതൽ ക്ലാസ്സിൽ പോകും. ഓക്കെ, അപ്പൊ ഇതൊക്കെ എങ്ങനെയൊക്കെയാ അതൊക്കെ പറയാം. ഞാൻ രാവിലെ മുതൽ ഞാൻ 9 മണി മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയണമെങ്കിൽ നമ്മൾ എങ്ങനെ പറയാം? have been studying since 9 AM എന്ന് പറയണം. ഓക്കെ, എക്സാം എഴുതിക്കോളൂട്ടോ. ഇതെല്ലാം എന്തുകൊണ്ട് അവിടെ ഹാവ് ബീൻ വന്നു എന്നുള്ളതൊക്കെ ഞാൻ ടെൻസ് എടുക്കുമ്പോ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങള് പ്രപ്പോസിഷൻ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഓക്കെ, have been studying since 9 AM. 9 മണി മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. She has been a teacher since 2015. 2015 മുതൽ അവള് ടീച്ചറാണ്. മനസ്സിലായോ? Ajit has lived in London since April. Have been living in this city since 2020. I have been boarding a class since I was 30. നമുക്ക് ഏജ് പറയുമ്പോഴും നമുക്ക് since യൂസ് ചെയ്യാം കേട്ടോ. ഡേ ആയിക്കോട്ടെ, ഡേറ്റ്, മന്ത്, ഡേറ്റ് പറയാം കേട്ടോ. ഡേറ്റ്, ഏജ്, മന്ത്, ഇയർ, ടൈം, ഏജ്, ഇതിന്റെ കൂടെയൊക്കെ നമ്മള് മുതൽ സിൻസ് യൂസ് ചെയ്യും. നമ്മൾ മലയാളത്തിൽ മുതൽ എവിടേക്ക് യൂസ് ചെയ്യുന്നുണ്ടോ അവിടേക്ക് നമുക്ക് സിൻസ് യൂസ് ചെയ്യാവുന്നതാണ്. അറിയാലോ, മുതലിന്റെ ഇംഗ്ലീഷ് ആണ് സിൻസ്. സോ can obviously use the preposition. John has been absent since Friday. Yeah, okay. Correct ആണ്. ഫ്രൈഡേ മുതൽ ആബ്സെന്റ് ആണ്. ഓക്കെ, ഈ നിങ്ങള് ഞാൻ തന്ന എക്സാമ്പിൾസ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നിങ്ങൾ കുറച്ച് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യും കേട്ടോ. സെൻഡ് ചെയ്യും എനിക്ക്. Okay, let's make examples. Okay. എല്ലാവരും ക്രിയേറ്റ് ചെയ്യാട്ടോ. എക്സാമ്പിൾസ് പറയൂ. I have been boarding since I have been waiting since 2 o'clock. I have been waiting. ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം. I have been waiting. വെയിറ്റിംഗ് എവിടെയാണെന്ന് കൂടി പറയുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും കേട്ടോ. പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, മിസ്റ്റേക്ക് ഒന്നുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. I have been waiting since 2 o'clock. Yeah. Then
എക്സാമ്പിൾസ് പറയൂ എല്ലാവരും. 20 above സ്റ്റുഡൻസ് ഉണ്ടല്ലോ, അത്രയും എക്സാമ്പിൾസ് ഒന്നും വന്നിട്ടേ ഇല്ല. എക്സാമ്പിൾസ് പറയൂ കേട്ടോ. It's 10 years since we last met. Correct ആണോ അത്? Anil has lived Bahrain since 2017. Okay, correct. Okay, then she has been a dancer. She has been a dancer. Okay, she has been a dancer since 2021. She has Anna. Sura apostrophe D വരുന്നുണ്ട്. So she has or has Anavara. She has been a teacher since 1995. Okay, I lived in this city since 2024. Yeah, correct. She has lived in Mumbai since March. I haven't seen him since then. Okay, since was raining, I stayed at home. Okay. ഗ്രാമറിൽ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ എല്ലാവരും വരുത്തുന്നുണ്ട് കേട്ടോ. അത് എനിക്ക് പറയുന്നില്ല, കാരണം നമുക്ക് ടെൻസ് അറിയാത്തതിന്റെ മിസ്റ്റേക്സ് ആണ് അത്. ടെൻസ് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാവും. ഇങ്ങനെയൊക്കെയാണ് ആ മിസ്റ്റേക്സ് വന്നതെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആവും. She has been crying. Scenes there are long scenes left. It's 10 years since we last met. അവിടെ മുതൽ എന്നൊരു പറയുന്ന മീനിങ് അല്ലാട്ടോ അവിടെ വരാം. 3 വർഷമായി നമ്മള് കണ്ടിട്ട് എന്നൊരു മീനിങ്ങിലാണ് കേട്ടോ. അവസാനമായിട്ട് നമ്മൾ കണ്ടിട്ട് 3 വർഷമായി, 10 years ആയി എന്നാണ് ആ സെൻസിൽ മീനിങ് വരാട്ടോ. ഓരോ സെന്റൻസ് അനുസരിച്ചിട്ട് ചില ടൈമില് മീനിങ് മാറും. ഓക്കെ, having gone to church tomorrow. എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത്? സിൻസിന്റെ പ്രപ്പോസിഷനെ ബേസ് ചെയ്ത എക്സാമ്പിൾ പറയാൻ പറയുന്നേ. ഇതൊക്കെ തെറ്റാണല്ലോ ദിശ, അവിടെ സിൻസ് ഇല്ലല്ലോ. The baby has been taking for 5 hours now. Okay, പ്രപ്പോസിഷൻ സിൻസിനെ ബേസ് ചെയ്തിട്ട് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാനാണ് കേട്ടോ ഞാൻ പറയുന്നേ. ഓക്കെ, okay, I have been worked here since 2022, completed my graduation since, yeah. 2016 മുതൽ ഞാൻ എന്റെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ടെൻസ് അറിയാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ. Yeah, so moving on, the next preposition is during. Okay, during aane. During na namukku oru period of time, oru period aannu parayam, particular period aanennu parayam. Ee during nammal add cheya. Example cheyu appo namukku manasilavum ട്ടോ. During the exam, you can speak. Exam time സംസാരിക്കാൻ പാടില്ല. അതായത് എക്സാമിന് പോയിട്ടുള്ള ടൈം ഉണ്ടല്ലേ, ഇപ്പോ 10 to 11 ആയിരിക്കാം, അല്ലെങ്കിൽ 10 to 1 ആയിരിക്കാം.
അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമുക്ക് സംസാരിക്കാൻ പാടില്ല എന്നാ പറയുന്നത്. അപ്പൊ ടൈം പീരീഡിലാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. During the exam, you can speak. She kept talking to me during the filler. She kept talking to me during the filler. I take notes during the class. He fell asleep during the movie. We visited London during our holidays. Okay. അപ്പോ എന്താണ് ഡ്യൂറിങ് എന്താണെന്ന് മനസ്സിലായാലോ? ഒരു പീരീഡ് ആണ് കേട്ടോ. ഇനി ഫോർ എക്സാമ്പിൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫീൽ ക്രേവിങ്സ് ഡ്യൂറിങ് പ്രഗ്നൻസി എന്ന് പറയാം. പ്രഗ്നൻസി ടൈമിൽ നമുക്ക് കുറച്ച് ക്രേവിങ്സ് ഒക്കെ തോന്നും. അത് ഡ്യൂറിങ് പീരീഡിലാണ് അല്ലെ, 9 months ആ ഒരു പീരീഡിലാണ് നമുക്ക് അങ്ങനെയൊക്കെ തോന്നുക. അപ്പൊ ആ ഒരു പീരീഡിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഡ്യൂറിങ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യാറ്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ? During the third presentation. Okay, clear. Examples create ചെയ്തോളൂ എല്ലാവരും, ചെയ്തോളൂ. എല്ലാവരും എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാണ്ടോ, മാക്സിമം ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളുടെ വൊക്കാബുലറി ആണെങ്കിലും സെവൻ സ്പീച്ച് നോളജ് ആണെങ്കിലും അതെല്ലാം ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. She worked during this time. Performed the busy during the evening. Rocky. Then children played outside during the afternoon. Yeah. They are have watched television during the studies. Supermarket is open during the day. She practiced well during exam period. Okay. Yeah.
during the break time, you can speak. Okay. Yeah, clear? Yeah. Then let's move on to the next preposition. For. For എഴുതാം. For. For നമ്മൾ യൂസ് ചെയ്യുന്നത് ഇപ്പൊ വർഷം ഇപ്പൊ ഞാൻ ഇത്ര മണിക്കൂറായിട്ട് ഞാൻ 3 മണിക്കൂറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ 2 വർഷമായിട്ട് ഓഫീസിൽ വർക്ക് ചെയ്യാണ്. ആയിട്ട് എന്നൊരു മീനിങ്ങിലാണ് ഫോർ വരാം. ഓക്കെ, ആയിട്ട്. സിൻസ് മുതലെന്നാണെങ്കിൽ ഫോർ ആയിട്ടെന്നാണ്. അല്ലെങ്കിൽ പിന്നെ വേറെ യൂസ് ചെയ്യുന്ന വേണ്ടി. ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഐ വെയിറ്റിംഗ് ഫോർ യു. ഐ വെയിറ്റിംഗ് ഫോർ യു. നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഐ വെയിറ്റിംഗ് ഫോർ യു. അപ്പൊ വേണ്ടി എന്നുള്ളതും ആയിട്ട് എന്നുള്ളതും ഒരു മീനിങ്ങിലാണ് നമ്മൾ ഫോർ യൂസ് ചെയ്യാം. ഓക്കെ, എക്സാമ്പിൾ എഴുതിക്കോളൂ കേട്ടോ. I have been studying for 3 hours. ഞാൻ 3 മണിക്കൂറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. Looking for my keys. Yeah, correct. This for you. You're correct on it. Next. He has lived in London for 3 months. Then this gift I got for you. Yeah, I'm waiting for 3 hours. Correct, Anna. The meeting is scheduled for tomorrow. Okay. Clear അല്ലേ? എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞ എല്ലാവരും. I bought a new book for my friend. I waited here for 2 hours. I came looking for you. I came here looking for you. ഞാൻ ഇവിടെ വന്ന് നിനക്ക് ഇതിന്റെ വെയിറ്റ് നോക്കാനാണ്. ഞാൻ പറയാം. നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. I came here looking for you. Came here for you. ഞാൻ പറയാം. കുഴപ്പമില്ല. I'm going for a walk. Okay. I'm looking for friends. Can still work for a long time. Okay. Vegetables are good for health. I'm waiting for you. Yeah. Clear. So ഇന്ന് നമ്മൾ 3 tense 3 preposition നോക്കി. Since, during and for. So present ചെയ്യാൻ നമുക്ക്. Okay.
നമുക്ക് പ്രസന്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് പ്രപ്പോസിഷനെ കുറിച്ചിട്ട്, ഈ 3 പ്രപ്പോസിഷനെ കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് എന്താണ് മനസ്സിലായത് എന്നൊന്ന് പ്രസന്റ് ചെയ്ത് എല്ലാവരും. നിങ്ങൾക്ക് മനസ്സിലായത് മാത്രം പറയാം, അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം, പക്ഷെ എന്തെങ്കിലും ഒന്ന് പ്രസന്റ് ചെയ്യും കേട്ടോ. അതിന് സംസാരിക്കും എല്ലാവരും. You can explain it in English or Malayalam, whatever comfortable language. Okay. Yeah, who is going to present first? Particular time period അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു തോന്നുന്നു. Okay. ആദ്യം മുതൽ പറയൂ കേട്ടോ. സിൻസ് തുടങ്ങി പറയും. സിൻസ് ആർ ഡ്യൂറിങ് ആൻഡ് ഫോർ. നിമ്മി ടെൻഷൻ അടിക്കേണ്ട, കൂൾ ആയിട്ട് പറയാം. ഓക്കെ 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 മാം. ഓക്കെ പോയോ നിമ്മി? പോയോ? yes no ma'am, I am here only. ഓക്കെ, പറഞ്ഞോളൂ നിമ്മി. For these trees ma'am, since, during and for. Yeah. Maybe can speak in English or Malayalam. Whatever your comfortable language. മാം എനിക്ക് മനസ്സിലായത് അത് ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിനെയാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ സിൻസ് ആൻഡ് ഡ്യൂറിങ് ആൻഡ് ഫോർ, all these threes are ma'am, I think. Okay, പീരീഡ് ആണ്. എന്നാലും എനിക്ക് എവിടേക്ക് പ്രൊഫൈൽ ചെയ്യാം? Means past tense ലാണോ? Sorry ma'am, I don't know. ലെറ്റ്സ് പറഞ്ഞ സീനാണ്. ഓക്കെ, ടൈമിൽ ആണ്. ഓക്കെ നിമ്മിയ ക്ലിയർ ആണ്. എനിക്ക് മനസ്സിലായിട്ടുണ്ട്, പക്ഷെ അത് എക്സ്പ്ലെയിൻ ചെയ്തെങ്കിൽ പറയും എന്നൊരു കൺഫ്യൂഷൻ അല്ലേ? yes ma'am, അതെ yes ma'am. ഓക്കെ, സെറ്റാക്കാം നമുക്ക്. പിന്നെ എന്നെ കുറച്ച് ടെൻഷൻ ഉണ്ട്, എത്ര കൂടിയാണ് നമുക്ക് ക്ലിയർ ആക്കാം കേട്ടോ. Okay ma'am, thank you. Okay. Then ഇനി നെക്സ്റ്റ് ആരാ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അൺമ്യൂട്ട് ചെയ്യാം, ബിസിനസ് സംസാരിക്കാം. ഓക്കെ മാം, പറയൂ ആയിഷ. പ്രിപ്പോസിഷനില് മുതൽ എന്ന് പറയുന്ന വാക്കിനെയാണ് സിൻസ് ആയിട്ട് നമ്മൾ കാണുന്നത്. മുതല്, ഇത്ര മുതൽ എന്നുള്ളതിനെയാണ് സിൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഐ ഹാവ് ബീൻ സ്റ്റഡിങ് സിൻസ് 9 AM അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ സിൻസ് ഉപയോഗിക്കുന്നത്. ഇത്ര നേരം തൊട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിന്. എന്നിട്ട് പിന്നെ ഹാസ് ബീൻ പറഞ്ഞ ഇത്ര നേരമായിട്ട്, അങ്ങനെയല്ലേ മാം? ഇത്ര നേരമായിട്ട്, ഇത്ര എന്താ പറയാ, ഇന്നത്തെ ദിവസം ആബ്സെന്റ് എന്ന് പറയുന്ന പോലെയാണ് ഹാസ് ബീൻ ഉപയോഗിക്കുന്നത്. ജോൺ ഹാസ് ബീൻ ആബ്സെന്റ്. പിന്നെ ഡ്യൂറിംഗ് എന്ന് പറയുമ്പോൾ പ്രിപ്പോസിഷനില് ദേ സ്ലെപ്റ്റ് ഡ്യൂറിംഗ് ദി എൻറ്റയർ പ്രസന്റേഷൻ, ഒരു പ്രസന്റേഷൻ മുഴുക്കെ ആ കുട്ടി അവര് ഉറങ്ങുകയായിരുന്നു. അങ്ങനെ മാം, അത്രേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് ഇനി ആരാ പറയാം? ഞാൻ പറയാം മാം. ഓക്കെ, പ്രിപ്പോസിഷൻ എന്ന് പഠിപ്പിച്ചത് സിൻസ്, ഡ്യൂറിങ്, ഫോർ ആണ്. സിൻസ് എന്ന് പറഞ്ഞാൽ മുതൽ, അതായത് ഇയർ, ഡേറ്റ്, ടൈം, മന്ത് ഇവയുടെ കൂടെ എല്ലാം സിൻസ് ഉപയോഗിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് ബീൻ സ്റ്റഡിങ് സിൻസ് 9 AM. പിന്നെ ഡ്യൂറിങ് പീരീഡ് ഓഫ് ടൈം ആണ് ഡ്യൂറിങ് ഉപയോഗിക്കുന്നത്. അത്
പീരീഡ് ഓഫ് ടൈമിനെയാണ് ഡ്യൂറിങ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഫോർ ആയിട്ട്, ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് ഫോർ യു, അങ്ങനെ. ഞാനിങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ എന്താണെന്ന് വിചാരിക്കരുത്, അവർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ആയിട്ട് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്താണ് മിസ് ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന് ചിന്തിക്കും ചിലപ്പോ ചിലരെങ്കിലും. പക്ഷെ നമുക്കത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ, പെട്ടെന്ന് കണക്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ക്ലാസ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാവും അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് മനസ്സിലാവും. അതും ഇത് ബിഗിനിങ് ആണ്. ഫോർ ഇതെല്ലാം വേറെ ഇതിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അതൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ ഓൾറെഡി അറിയാണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനൊരു മീനിങ്ങും ഫോൺ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ജസ്റ്റ് അറിയാൻ വേണ്ടി മാത്രം. ഓക്കെ, ഇനിയിപ്പോ ടെൻസ് ഒക്കെ പഠിച്ചു കഴിയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആകും. ടെൻസ് കിട്ടാത്തതിന്റെയും സെൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെയും ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നുണ്ട്. മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എനിക്ക്. ഓക്കെ, പറയൂ എന്നാലും പ്രപ്പോസിഷനെ കുറിച്ച് പറയൂ. മനസ്സിലായെന്ന് പറയൂ. സിൻസ് മുതൽ എപ്പോ മുതൽ, മന്ത് ഏത് മന്ത് അല്ലെങ്കിൽ ടൈം മുതൽ അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ സിൻസ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഡ്യൂറിങ് ഇത്ര പീരീഡ് ഉണ്ടാവും എന്നുള്ളത് സൂചിപ്പിക്കാനായിട്ട് ഡ്യൂറിങ്. ഫോർ പറയുന്നത് എക്സാമ്പിൾസ് പറയുന്നുണ്ടല്ലോ, ഫോർ എന്തെങ്കിലും കാരണത്തിന് അല്ലെങ്കിൽ ഉദ്ദേശത്തിനെ കാണിക്കാനായിട്ട് ഫോർ യൂസ് ചെയ്യുന്നത്. കുട്ടി കരയുന്നത്, എന്തോ മോനെ കരയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ആരാ പറയാം? മാം, ഓക്കെ, ഷിജു പറയൂ. പ്രപ്പോസിഷൻ 3 സിൻസ്, ഡ്യൂറിങ്, ഫോർ. അതിലെ സിൻസ് എന്ന് പറയുന്നത് മുതൽ എന്നുള്ള വാക്കിലാണ് വരുന്നത്. മലയാളത്തിലായാലും മുതൽ എന്നുള്ളതാണ്. അത് ഡേ, മന്ത്, ടൈം, ഇയർ നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡ്യൂറിങ് എന്ന് പറയുമ്പോൾ പീരിയഡ് ഓഫ് ടൈം ആണ്. ഇന്ന സമയം മുതൽ ഇത്ര സമയം വരെ എന്നുള്ള ഒരു ഇതില്. പിന്നെ ഫോർ എന്ന് പറയുന്നത് ആയിട്ട്, അതായത് നിനക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു, അത് ഐ ആം വെയിറ്റിംഗ് ഫോർ യു, ഐ ആം ഗിവിംഗ് ഫോർ യു എന്നുള്ള അർത്ഥത്തില്. ഓക്കെ, ഇനി ആരെങ്കിലും പറയുന്നില്ല? കഴിഞ്ഞു. ഓക്കെ, നമുക്ക് അടുത്തൊരു പ്രപ്പോസിഷൻ കൂടെ എഴുതാം. നെക്സ്റ്റ് ബൈ ആണ് കേട്ടോ, ബൈ. മാം, BUY ആണോ BY ആണോ? BY അത് വെർബാണ്. ബൈ നമ്മൾ ബൈ യൂസ് ചെയ്യുന്നത് ട്രാവൽ, കമ്മ്യൂണിക്കേഷൻ, മെത്തേഡ് ഓഫ് പേയ്മെന്റ്, ടൈം. ഇവിടെയൊക്കെയാണ് നമ്മൾ ബൈ യൂസ് ചെയ്യുക. നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, പോയിന്റ് ചെയ്ത ഫസ്റ്റ് ട്രാവൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ നമ്മൾ ഓൺ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു സ്മോൾ വെഹിക്കിൾ ആണെങ്കിൽ നമുക്ക് ഇന്നും, അല്ലെ, ലാർജ് വെഹിക്കിൾ ആണെങ്കിൽ ഓണം യൂസ് ചെയ്യാന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ കുറച്ച് പേര് ട്രാവൽ ആണെങ്കിൽ എന്ത് ചെയ്യും മിസ്സേ എന്നൊരു ചോദ്യം വന്നു അല്ലെ. ആ ട്രാവൽ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ബൈ ആണ് കേട്ടോ. ബൈ ടാക്സി, അവിടെ ടാക്സിയിലാണ് വന്നത്. ബൈ ടാക്സി, ടാക്സിയിലാണ്. അതുകൊണ്ടാണ് ട്രാവൽ ചെയ്തു എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ബൈ യൂസ് ചെയ്തത്.
Okay, they came by taxi. They came on. They came in taxi എന്ന് പറയുമ്പോൾ കാറിലാണ് എന്ന് വരും. ഒരു കാറിൽ വന്നത് ട്രാവൽ. ട്രാവൽ നമുക്ക് കാണിക്കണമെങ്കിൽ അവിടെ ബൈ ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. They went by bus. അവര് ബസ്സിൽ പോയി. ബസ്സിലാണ് പോയത് അല്ലെ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഏത് വെഹിക്കിൾ ആണെങ്കിലും നമുക്ക് ബൈ യൂസ് ചെയ്യാം. മറ്റേത് സ്മോൾ വെഹിക്കിൾ ആണെങ്കിൽ ഇൻ, ലാർജ് വെഹിക്കിൾ ആണെങ്കിൽ ഓൺ എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ട്രാവൽ ഏത് വെഹിക്കിൾ ആണെങ്കിൽ നമുക്ക് ബൈ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. I'll go by car. ഞാൻ കാറിന് പോകും. I'll go by car. Okay. നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്? നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരുപാട് സോഴ്സസ് അവൈലബിൾ ആണ് അല്ലെ. ഫോൺ, മെയിൽ, പോസ്റ്റ്, എന്തെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ്? I spoke to her. എന്ത് ത്രൂ ആണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ? By phone. I spoke to her by phone. നമുക്ക് ഇങ്ങനെയും പറയാം. I spoke to her by phone. If you walked by the house, without the shades of Aisha. Okay. അപ്പോ കമ്മ്യൂണിക്കേഷൻ ബൈ ഫോൺ പറയും, ബൈ മെയിൽ പറയും, ബൈ പോസ്റ്റ് അല്ലെ. ഐ സെൻഡ് ലെറ്റർ ബൈ പോസ്റ്റ് എന്ന് പറയാം. മനസ്സിലായോ? അപ്പോ നമുക്ക് ബൈ കമ്മ്യൂണിക്കേഷൻ എന്ത് ത്രൂ ആണോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവിടേക്ക് നമുക്ക് ഈ ബൈ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? ബൈ എന്ന് പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ ത്രൂ ആയാലും പറയാട്ടോ. ഐ സ്പോക്ക് ടു ഹർ ത്രൂ ഫോൺ എന്ന് പറയാം. ഫോണിലൂടെ സംസാരിച്ചു എന്ന് പറയുമ്പോൾ ബൈ ത്രൂ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അവിടെ മിസ്റ്റേക്സ് ഒന്നുമില്ല കേട്ടോ. രണ്ടിനും മീനിങ് ഒക്കെ തന്നെയാണ് വരുന്നത്, ബൈ ആൻഡ് ത്രൂ. ഇനി മെത്തഡ് ഓഫ് പേയ്മെന്റ്. മെത്തഡ് ഓഫ് പേയ്മെന്റ് നമ്മളിപ്പോ പേയ്മെന്റ് എങ്ങനെയാണ് നമ്മൾ പേ ചെയ്യുക? ബൈ ക്യാഷ് ആണ് പേ ചെയ്യുന്നത് അല്ലെ. ബൈ ചെക്ക് ആണ് അല്ലെങ്കിൽ ബൈ കാർഡ് അല്ലെ. ഇപ്പൊ വി പെയ്ഡ് ബിൽ ബൈ ക്യാഷ്. ക്യാഷ് ത്രൂ ആണ് ഞാൻ ബില്ല് പേ ചെയ്തത് എന്ന് പറയാം. വി പെയ്ഡ് ത്രൂ ദ ക്യാഷ്. ത്രൂ കാർഡ് പറയാം, അല്ലെങ്കിൽ ബൈ കാർഡ് എന്ന് പറയാം. മനസ്സിലായോ? അപ്പൊ ത്രൂ ബൈ ഏകദേശം സെയിം ആണ്. അപ്പോ പേയ്മെന്റും നമുക്ക് ബൈയിലൂടെ പറയാവുന്നതാണ്. വി പെയ്ഡ് ബിൽ ബൈ ക്യാഷ്, വി പെയ്ഡ് ബൈ ചെക്ക് എന്നൊക്കെ പറയാം. ഇനിയിപ്പോ ടൈം പറഞ്ഞു അല്ലെ. ടൈം എങ്ങനെയാണ്? എക്സാക്ട് ടൈം പറയുകയാണെങ്കിൽ നമ്മൾ അറ്റ് യൂസ് ചെയ്യുന്നു പറഞ്ഞു. എക്സാക്ട് ടൈം പറയുകയാണെങ്കിൽ നമുക്ക് അറ്റ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ എക്സാക്ട് ടൈം അല്ലാതെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്യും? ഇപ്പൊ 11 മണിയോടുകൂടി എന്നൊക്കെ പറയില്ലേ. 11 മണിയോടുകൂടി ഞാൻ 6 മുറയ്ക്ക് ചെയ്യും എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇപ്പൊ നമുക്ക് എന്താ ബൈ എന്ന് പറയുന്ന പ്രപ്പോസിഷൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ബൈ പ്രപ്പോസിഷൻ യൂസ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ? എക്സാമ്പിൾ എഴുതിക്കൊള്ളുന്ന കേട്ടോ. മണിയോടുകൂടി, 10 മണിയോടുകൂടി എന്നൊക്കെ നമ്മൾ ഇടയ്ക്ക് പറയാറില്ലേ. അവിടെയൊക്കെ നമ്മൾ ഈ ബൈ ആണ് യൂസ് ചെയ്യാം. എക്സാമ്പിൾ എഴുതിക്കോളൂ. അതിപ്പോ ടൈം ആയിക്കോട്ടെ, ഡേറ്റ് ആയിക്കോട്ടെ, ഡേ ആയിക്കോട്ടെ, എവിടെയൊക്കെ യൂസ് ചെയ്യാം. ഇപ്പൊ നാളെയോടുകൂടി, മറ്റന്നാളോടുകൂടി, 11 മണിയോടുകൂടി, 12 മണിയോടുകൂടി
അത് പറയില്ലേ അപ്പൊ ആ രീതിയിലൊക്കെ നമുക്ക് ഈ ബൈ യൂസ് ചെയ്യാവുന്നതാണ്. പേയ്മെന്റ് ബൈ ടുമോറോ, നാളോട് കൂടി പേയ്മെന്റ് സെൻഡ് ചെയ്യാനാണ് പറയുന്നത്. Guests will vacate their room by 11 AM. 11 മണിയോട് കൂടി അവര് റൂം വെക്കേറ്റ് ചെയ്യുക. രജനി ആൻഡ് മീ ദ സ്കീം എക്സാമ്പിൾ ആണ് ക്രിയേറ്റ് ചെയ്തത്. വെരി ഗുഡ്. കോൺസെൻസ് വെക്കേറ്റ് ദ റൂം അച്ചല്ല കേട്ടോ, ബൈ ആണ് യൂസ് ചെയ്യേണ്ടത്, അച്ചല്ല ബൈ. നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ബൈ എന്ന് പറയുന്ന പ്രപ്പോസിഷനെ കുറിച്ചിട്ടാണ്. അപ്പൊ യൂസ് ചെയ്യുന്നത് ബൈ ആണ് കേട്ടോ. അതേ സെന്റൻസ് വൈസ് അത് കറക്റ്റ് ആണ്, തെറ്റൊന്നുമില്ല. അത് യൂസ് ചെയ്തുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മളിപ്പോ ബൈ പ്രപ്പോസിഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. നെക്സ്റ്റ് ഇപ്പോ ബുക്ക് റിട്ടൺ ബൈ ഇന്ന് നമ്മൾ കേട്ടില്ലേ അല്ലെ? ഈ ബുക്ക് എഴുതിയത് ഇന്ന ആളാണ് എന്ന് പറയാം അല്ലെ. അവളാൽ അവനാൽ എന്നൊരു മീനിങ്ങാണ്. അവളാൽ ഈ ബുക്ക് എഴുതപ്പെട്ടു, അവളാൽ ഈ ബുക്ക് എഴുതപ്പെട്ടു, അവളാൽ ഈ പിക്ചർ വരയ്ക്കപ്പെട്ടു എന്നൊക്കെ പറയില്ലേ. അപ്പൊ അവനാൽ അവളാൽ എന്ന് നോക്കി ബൈ പറയാറുണ്ട്. ബൈ ഹർ. I was invited by him. അവനാൽ ഞാൻ ക്ഷണിക്കപ്പെട്ടു, എന്നെ ക്ഷണിച്ചു. അവനാലാണ് എന്നെ ക്ഷണിക്കപ്പെട്ടത്. The picture was painted by Meera. പിക്ചർ വരച്ചത് മീരയാണ് എന്നൊരു മീനിങ്ങാണ്. ഇങ്ങനെയും നമുക്ക് ബൈ യൂസ് ചെയ്യാം കേട്ടോ. പ്ലീസ് ബൈ യൂസ് ചെയ്യാം. ഇങ്ങനെയും നമുക്ക് ബൈ യൂസ് ചെയ്യാം. ഇത്രയും ബേസിസിലാണ് നമുക്ക് ബൈ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഏകദേശം കുറച്ച് പ്രിപ്പോസിഷൻ ഒക്കെ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? മനസ്സിലാവുന്നുണ്ടോ? ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടോ എന്ന് വിചാരിക്കണ്ട കേട്ടോ. നമ്മൾ ടെൻസ് ഒക്കെ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇത് ഒരു ടെൻസ് എടുക്കുന്നതിന് മുൻപ് നമ്മൾ പ്രപ്പോസിഷൻ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ ഞാൻ ടെൻസ് എടുക്കുമ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല. മീനിങ് എന്താണ്, പ്രപ്പോസിഷൻ എന്താണെന്ന് ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല. ഇപ്പൊ ഏകദേശം ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ക്ലിയർ ആണോ? നിങ്ങൾ എന്തോ ഒന്നും മിണ്ടാത്തേ? ക്ലാസ് ഫസ്റ്റ് ക്ലാസ് പോലെ ഇപ്പോ എന്താണ്? ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ബോറടിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ സംസാരിക്കണം. നിങ്ങൾ ആരും മിണ്ടുന്നില്ല. ബോറിംഗ് ആണോ? ക്ലാസ് ബോറിംഗ് ആണോ? ബോറിംഗ് ആണെന്ന് പറഞ്ഞു. ബോറിംഗ് ആണെന്നായിരുന്നു പറയോ? ബോറിംഗ് അല്ല. അപ്പൊ പിന്നെ എന്താ സംസാരിച്ചാലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കൂ. ഒന്നും മിണ്ടാത്തേ? ക്ലാസ് എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? എന്തൊന്നും സംസാരിക്കാതെ നിങ്ങള്? പ്രപ്പോസിഷൻ മനസ്സിലാവുന്നുണ്ടോ? ക്ലാസ് ഓക്കെ ആണ്. ക്ലാസ് ഓക്കെ ആണ്. പ്രപ്പോസിഷൻ എങ്ങനെയാണ്? ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ട്. ക്ലിയർ ആവുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട് മാം. മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ബൈ എന്താണ്? പ്രപ്പോസിഷൻ ബൈനെ കുറിച്ച് എന്താ പറയാനുള്ളത്? പറയൂ. ബൈ എവിടേക്ക് യൂസ് ചെയ്യാം? ടൈം. ഓക്കെ, എക്സാമ്പിൾ ഒന്ന് പറയൂ. I am coming to you by the car എന്ന് പറയുമ്പോൾ നമ്മള്
പൈ ഉപയോഗിക്കും. ഓക്കെ, എല്ലാവരും സംസാരിച്ചോട്ടോ. ഒരാൾ സംസാരിക്കണം, എല്ലാവരും പറയൂ, നിങ്ങൾക്ക് പറയാലോ. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് കാണിക്കൂ നിങ്ങൾ. എന്നാലും നിങ്ങൾക്ക് ഇംഗ്ലീഷൊക്കെ സംസാരിക്കാൻ പറ്റുമോ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ നമുക്ക്, അല്ലെ? ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കണ്ടേ? അതിനാദ്യം അൺമ്യൂട്ട് ചെയ്ത് നിങ്ങൾ മലയാളം എന്നോട് സംസാരിക്കണം. You are going to travel by bus. Okay. ഇനി വേറെ എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ നിങ്ങൾക്ക്? ഇല്ല? ഓക്കെ ആണ്? നോട്ട്സ് എല്ലാം കംപ്ലീറ്റ് ആണോ? യെസ് മാം, കംപ്ലീറ്റ് ആണ്. ഓക്കെ, നിങ്ങള് ക്ലാസ് എടുക്കുമ്പോ ഇംഗ്ലീഷ് ക്ലാസ് പ്രത്യേകിച്ചിട്ടോ മറ്റ് സബ്ജക്റ്റിനെ പോലെയല്ല, തിയറീസ് ഒരുപാട് എടുക്കാനുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, നിങ്ങളെ ഇംഗ്ലീഷ് സംസാരിപ്പിക്കണം എന്നതാണ് എന്റെ ആവശ്യം, അല്ലെ? അപ്പൊ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ എന്നോട് സംസാരിക്കണം. അത് മലയാളത്തിലാണെങ്കിൽ പോലും എന്നോട് സംസാരിക്കണ്ടേ? എന്നാലല്ലേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഒരു പേടി മാറി കിട്ടുള്ളൂ, അല്ലേ? അതുകൊണ്ട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാതിരിക്കുമ്പോ എനിക്ക് എന്തോ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അത് ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്, സംസാരിക്കുന്നില്ലല്ലോ. എന്നാൽ മാത്രമേ എനിക്കും പിന്നീട് എന്താണ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നിങ്ങൾ സംസാരിച്ചാൽ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. അതായത് വെറുതെ തിയറീസ് മാത്രം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് കാര്യമില്ല. ഓക്കെ, ഓക്കെ ആണോ? That's all. നമുക്കൊന്ന് മൈൻഡ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ആക്റ്റീവായിട്ട് വരാം, എല്ലാവരും സംസാരിക്കാൻ വേണ്ടി റെഡി ആയിട്ട് വരാം. എന്തെങ്കിലും ചുമ്മാ ഇങ്ങനെ സംസാരിക്കണം. ഓക്കെ, ഓക്കെ എന്തെങ്കിലും പറയൂ. Okay, ma'am. Okay, ma'am. ഓക്കെ, അപ്പൊ താങ്ക് യു. See you on the next class. Okay, bye. Thank you, ma'am. Thank you, ma'am.